പൊളിച്ചു തിമർത്തു എല്ലാ മച്ചാന്മാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന മൈൻക്രാഫ്റ്റ് പാർട്ട് 4. സോ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടുക, നമ്മളെ വഴിയൊക്കെ ഒന്ന് ക്ലീൻ ആക്കുകയാണ് ഇന്നത്തെ പരിപാടി. സോ ഇന്നത്തെ വീഡിയോക്ക് നിങ്ങൾ എന്തായാലും മാച്ച് ചെയ്യുമ്പോൾ ലൈക്ക് അടിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പം നമ്മൾ വീട്ടിലേക്ക് കടന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ മോനൂസ് ഇവനെ കുറിച്ച് കുറുക്കേട് കൂടുതലാണ്. കാരണം ഇവൻ്റെ പേര് ഞാൻ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ആരും ഇതുവരെ കമൻറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, നൈറ്റ് ആവുന്നുണ്ട് ഗൈസ്, നൈറ്റ് ആവാറായിട്ടുണ്ട്. ഒരു മിനിറ്റ്, ഞാൻ ഇവ കാരണം എനിക്ക് ഒരുപാട് പണി കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇവ ഇങ്ങനെ പതുക്കെ നടന്നു വന്നിട്ട് ഈ ഷട്ടർ പ്ലേറ്റിനടുത്ത് നിന്നിട്ട് ഓട്ടോമാറ്റിക്കലി വെളിയിറങ്ങി ഓടിക്കണം. നമ്മളെ മോനൂസിനും കണക്കൊരുത്തൻ, അത് പിന്നെ പ്രത്യേകിച്ച് ഒരു പണിയാണ്. അതെനിക്കൊരു പാരയാണ്. നമ്മൾ ഇവിടെ ആയിട്ടാണ് വഴി ഉണ്ടാക്കുന്നത്. സോ ഇങ്ങനെ പോയാണ് വഴി ഉണ്ടാക്കാൻ പ്ലാൻ. ഈ ഒരു കുഴിയൊക്കെ ചിലപ്പോൾ മൂടേണ്ടി വരും. അപ്പോൾ നമ്മളിങ്ങനെയാണ് വഴി ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, ഇവിടം വരെയൊക്കെ കൊണ്ടെത്തണം. പിന്നെ നമ്മൾ ഇന്നത്തെ ഏരിയയിൽ മോനൂസിനൊരു കൂട് ഉണ്ടാക്കണം. ആണ്ടാ ഗൈസ്, ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടാ ഗൈസ്, എന്ത് ഇഷ്ടമാണ്. എടാ നീ അങ്ങോട്ട് പോയടാ, ഇട്ടാടാ മോനെ, എടാ നീ അങ്ങോട്ട് പോ. എടാ സോംബി അവനെ ഞാൻ തീർത്തിട്ടുണ്ട്. എൻ്റെ അബദ്ധത്തിൽ ഇവിടെ ഒരു ബ്ലോക്ക് പൊട്ടി, അത് നമ്മൾ വെച്ചിട്ടുണ്ട്. എടാ നീയൊക്കെ കാരണമാണ് എനിക്ക് ഈ ഒരു പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുന്നത്. കയറിപ്പോടാ അത്. ഇവനിച്ച് കുഴപ്പം കൂടുതൽ, എൻ്റെ ചെസ്റ്റിൻ്റെ ഉള്ളിലൊക്കെ അവൻ കയറിയിരിക്കും ഗൈസ്. ഇവനെ കൊണ്ട് ഞാൻ തോറ്റില്ലേ. ഞാൻ പോയി ഉറങ്ങട്ടെ. ഇതെന്താണ്, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയപ്പോൾ എനിക്ക് കിടന്നുറങ്ങാൻ പറ്റിയിട്ടുണ്ട് ഗായ്സ്. അങ്ങനെ ഞാൻ നേരം വെളുപ്പിച്ചിട്ടുണ്ട്. അയ്യോ സോംബി. അതിന് മുമ്പേ നമ്മൾ കുറച്ച് ഫുഡ് കയ്യിലെടുത്തതിന് ശേഷം ഇവനൊരു കൂടുണ്ടാക്കണം ഗൈസ്. ഞാൻ അവനെ പുറത്താക്കിയിട്ടുണ്ടായിരുന്നു, കാരണം ഇവ അവിടെ വന്ന് നിന്ന് എന്നെ സോംബീസ് എല്ലാം അടിച്ച് കൊല്ലും. സോ ഇവിടെ ഒരുപാട് സോംബി ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഉറങ്ങാൻ പറ്റാൻ. ഈ ഒരു സാധനം ഉണ്ടാക്കാൻ 2 സ്റ്റിക്കിൻ്റെ ആവശ്യമുണ്ട്. സ്റ്റിക്ക് ഉണ്ടാക്കണം. അയ്യോ, ഞാൻ ഏതിലൊക്കെ ഇടിച്ച് കയറി നിൽക്കി കൊടുത്തു ഗൈസ്. ഈ സ്റ്റിക്ക് ഉണ്ടാക്കാൻ 2 ഫുഡ് ഇങ്ങനെ വെച്ചാൽ നമുക്ക് സ്റ്റിക്ക് ഉണ്ടാക്കാം. ഇത്ര മതിയായിരിക്കും. ഓക്കെ, ഞാൻ എത്ര 9 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് മതിയായിരിക്കും. അവനൊരു ചെറിയ കൂട് മതി. ഇവൻ കൊള്ളാലോ. അവൻ്റെ സാഡിൽ എടുത്തിട്ട് ഞാൻ ഇവനെ അങ്ങ് എൻ്റെ ക്രീപ്പർ ചങ്ങായി അവിടെ ഇപ്പോൾ ഉണ്ട്. അവൻ അങ്ങോട്ട് പോയി. ഇനി നമുക്ക് ഇവിടെ ഇത് വെച്ച് തുടങ്ങാം. അയ്യോ, അതിനെ അവിടെ തന്നെ വെച്ചു. ഇനി നമുക്ക് വീട്ടിലോട്ട് പോയിട്ട് അത് തികഞ്ഞിട്ടില്ല, അതിന് ഇനിയും ഉണ്ടാക്കണം. ക്രാഫ്റ്റിംഗ് ടേബിളിൽ കയറി ഇനിയും കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കാം. സ്റ്റിക്കിൻ്റെ ഉണ്ടായിരുന്നു. ഈ ഒരു 3 എണ്ണം മതിയായിരിക്കും എന്തോ, എനിക്ക് അറിഞ്ഞുകൂടാ ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് ഇത് ഇത്രയും കൂടെ വെക്കാം. നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന ഫാമെല്ലാം ഞാൻ ഈ ഒരു സർവൈവൽ ഉണ്ടാക്കുന്നതായിരിക്കും. നിങ്ങൾ കമൻറ്റ് ചെയ്യൂ ഗൈസ്, കമൻറ്റ് ചെയ്ത് പവർ കാണിക്കൂ. എടാ ഇതെന്ത് കഷ്ടമെന്ന് പറയാം, ഇതിനെ എത്ര വെച്ചിട്ടും തീരുന്നില്ല. എന്നിട്ട് ചെറിയ കൂടെ മതിയെന്ന് പറഞ്ഞാൽ ഒരുപാട് ഈ സാധനം വേണം ഈ എഴുത്തിലുണ്ടാക്കാൻ. ഇനി ഞാൻ കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കട്ടെ. ഞാൻ 6 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് തികയോ എന്തോ. ഇത് തികയായിരിക്കും. ഇവിടെ വെച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് ഈ സൈഡിലോട്ട് വയ്ക്കാം. കോഴിക്കൂട് വല്ലതും ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് പിന്നെ ചുമ്മാ ഈ സൈഡിലോട്ടൊരു വഴി വല്ലതും ഉണ്ടാക്കിയേക്കാം. ഡോർ വെക്കണ്ട കേസ്. ഡോർ വെച്ചാൽ അവനെ കയറാൻ പാടായിരിക്കും. അവനെ പൊട്ടിച്ചു കൊടുക്കണം. അതോ പോയേക്കുന്നു. അവന് ഇവിടെ വായി നോക്കൊക്കെ ഓണ് കണ്ട കുതിരയുടെ ഒക്കെ വായി നോക്കൊക്കെ ഓണ് അവന് ജോലി. ഓറ കൂട്ടി. ഇനി നീ എൻ്റെ കസ്റ്റഡിയിലാണ്. നീ ഇവിടെ നിന്ന് ഇറങ്ങൂല കേട്ടടാ. നീ ഡോർ വെച്ച് നീ ഇവിടെ നിന്ന് ഇറങ്ങൂല. നീ അവിടെ ഇരുന്നോണം. എൻ്റെ സാഡിലൊന്നും എടുത്തിട്ടില്ല. കറുത്ത കുതിരയും കൂടെ ഞാൻ എൻ്റെ കൂട്ടിലോട്ട് കൊണ്ടുവരട്ടെ. ഇത് തുറക്കാം. അയ്യോ, ഇത് തുറന്നേക്കാം. കുതിരപ്പുറത്തിരിക്കുന്ന സാധനം എടാ ഇതിനെ കാണുന്നില്ല. പശു, അതിനെ കണ്ട ഒരു കറുത്ത കുതിര അവിടെ നിന്ന. അയ്യോ, അത് പോയെന്ന് തോന്നുന്നു ഗൈസ്. അത് ഡീസ്പോണായി. അതിനൊന്നും നമുക്ക് വേണ്ട. അത് ഡോങ്കിയാണ്. ഈ ഒരു സാഡിൽ നമുക്ക് ഇതിൻ്റെ അടുത്ത് തന്നെ വെച്ചേക്കാം. നമ്മളൊക്കെ ഒറ്റ ഒരെണ്ണേ ഉള്ളൂ സാഡിൽ. പിന്നെ കയറുണ്ട്. കയർ ഞാൻ വെച്ചേക്കുന്ന ഒരു കാര്യത്തിനാണ്. അതിന് അടുത്ത എപ്പിസോഡ് ഞാൻ പറഞ്ഞുതരാം. പിന്നെ കുറച്ച് സ്റ്റോൺ ഇരിപ്പുണ്ട്. മുട്ടാണ് എൻ്റെ ഇല്ലാത്തത്. സ്റ്റോൺ വെച്ച് നമുക്ക് പോയി ഈ ക്രാഫ്റ്റിംഗ് ടേബിളിൽ പോയിട്ടില്ല തിട്ടകളുണ്ടാക്കണം. അത് ഏതിലാണ് വരും? തിട്ടകളല്ല, നമുക്ക് ശവലുണ്ടാക്കണം. ശവലുണ്ടാക്കി ഞാൻ പറഞ്ഞുതരാം. അത് നമുക്കിതാ ഇവിടെ ആയിട്ട് ചെയ്യാനാണ്.
കുറച്ച് നേരം ഇരുന്ന് ഞാനത് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കില്ല തിട്ട ഉണ്ടാക്കാം. കുറച്ച് നേരം സമയം എടുത്ത് അത് ഉണ്ടാക്കിയെടുക്കാൻ. ഈ തിട്ട വയ്ക്കേണ്ട എന്തിനാണ് ഞാൻ പറഞ്ഞു തരാം ഗായ്സ്. ഈ തിട്ട വയ്ക്കേണ്ടത് നമ്മൾ ഇവിടെ ആയിട്ടാണ് ഗായ്സ്. ഓക്കെ, ഇവിടെ ആയിട്ട് വെച്ചെടുത്താൽ മതി. നമ്മൾ മൊത്തം കംപ്ലീറ്റ് ചെയ്യണം. എനിക്ക് തോന്നുന്നത് വൃത്തികേടാവോ എന്തോ. വൃത്തികേടാവുമെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് അടിച്ചാൽ അതിനെ എന്തായാലും ഇത് പൊട്ടിച്ചു മാറ്റും. എനിക്കൊരു ഇതില്ല, ചുമ്മാ ഒരു ഇത് വരയ്ക്കാം. എൻ്റെ വില്ലേജ് വരെ ഞാൻ കൊണ്ടുപോകും ഇത്. ഇന്ന് തീർന്നു പോയി. ഇന്നെന്തായാലും കൊണ്ടുപോകണില്ല. ഞാൻ നിങ്ങളെ ഓഫ് ക്യാമറ ഇരുന്ന് വില്ലേജ് വരെ കൊണ്ടുപോകാം. അങ്ങ് ഓരോ പോകണം വില്ലേജ് വേണമെങ്കിൽ തിട്ടോണ്ട് പോകണ്ട. കാരണം നമുക്ക് ആ ഒരു ഷവല് വെച്ച് അങ്ങനെ മാന്തി പോയാൽ മതി വഴി. ഓക്കെ, ഇനി കുറച്ചും കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. 24 തികയോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ഞാൻ കൊണ്ടുവച്ച് നോക്കാം. എനിക്ക് തോന്നുന്നത് ഒരു വൃത്തികേട് പോലെ തോന്നുന്നു. എൻ്റെ സീരിയസ്. വഴിക്ക് കുറച്ച് മുമ്പ് ഞാൻ തീർത്താ. ഈ വേൾഡിൽ കുറച്ച് ലാഗുണ്ട്, അത് നിങ്ങൾ കാര്യമാക്കണ്ട ഗൈസ്. അപ്പം നമുക്ക് ഇവിടെ വെച്ചുകൊണ്ടിരിക്കാം. വെച്ച് വയ്ക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പം വീഡിയോ ലൈക്ക് അടിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗായ്സ്. അപ്പം നമുക്കിനി ഇവിടെ വയ്ക്കാം. എനിക്ക് ഈ മൈൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ അലർജിയൊന്നുമില്ല. കാരണം എനിക്ക് എപ്പോഴും ഇതിൽ സോംബീസിനെ അടിക്കാൻ കൈ വിറയ്ക്കും ഗൈസ്. എന്ത് കഷ്ടമെന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ സോംബീനെ ചാടി അടിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഓക്കെ, ഇപ്പം അത് കൊള്ളായിരിക്കും തോന്നുന്നു. നമുക്കറിയില്ല, ഒരു വൃത്തികേട് പോലെ തോന്നുന്നു ഈ ഒരു പൊങ്ങിയും താങ്ങിയും. എനിക്ക് തോന്നുന്ന ഡേറ്റ് വെച്ചിരിക്കാം. നിങ്ങൾക്ക് ഞാൻ വില്ലേജ് കാണിച്ചു തന്നില്ല. ആ വില്ലേജ് കാണിച്ച റെക്കോർഡ് ആയില്ലായിരുന്നു. സോ എന്തായാലും ഞാൻ എൻ്റെ വില്ലേജ് കാണിച്ചു തരാം ഗൈസ്. നിങ്ങൾ വരൂ ഗൈസ്. അടിക്കോ ഡിവാ കണ്ണാനി. അങ്ങനെ നമ്മളെ വില്ലേജ് എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഇതാണ് നമ്മളെ വില്ലേജ്. നല്ല അടിപൊളി വില്ലേജാണ്. ഇതിൽ നിന്നാണ് എനിക്ക് എമറാൾഡ് സാധനങ്ങളൊക്കെ കിട്ടിയത്. പുത്തൻ കിടുക്കാച്ചി വില്ലേജാണ് ഗായ്സ്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗായ്സ്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. അടുത്ത ദിവസം നമ്മൾ ഫാമൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും. ഏത് ഫാമാണോ നിങ്ങൾ എന്തായാലും കമൻറ്റ് അടിച്ചേക്കുക. സോ അടുത്തൊരു ദിവസമായിട്ട് വരുന്നതായിരിക്കും. ബൈ.